പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025 അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ PG അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രക്രിയയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഈ വരുന്ന 28-ാം തീയതിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാം. 28-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ടു കൺഫേം ഫസ്റ്റ് അലോട്ട്മെന്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാൻഡേറ്ററി ഫീ അടക്കുക. അലോട്ട്മെന്റ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടക്കേണ്ടതുണ്ട്. മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതാണ്. മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കില്ല. മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയം 28/6/2025 മുതൽ 1/2025 വൈകുന്നേരം 5 മണി വരെയാണ്. നീഡ് നോട്ട് റിപ്പോർട്ട് അറ്റ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ഇല്ല. ഓക്കെ, ആവശ്യമില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അഡ്മിഷന് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷന് ഇല്ല. ഇതിന്റെ കൂടെ തന്നെ ഈ സമയത്ത് ഹയർ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വേണ്ടാത്ത ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാം. മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽ വന്നാലാണ് ബാക്കി പറയാൻ സാധിക്കുക. അതേപോലെ തന്നെ SC ST OEC വിദ്യാർത്ഥികൾക്ക് 145 രൂപയാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. ജനറൽ വിദ്യാർത്ഥികൾക്ക് 575 രൂപയാണ് മാൻഡേറ്ററി ഫീ അടക്കുക. നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച സമയത്ത് ട്രയൽ അലോട്ട്മെന്റ് കണ്ടില്ലേ? അവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി നോക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിന്റെ അടുത്ത ഘട്ടം അഡ്മിഷൻ വരുന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ഇല്ല. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ടി വരും. ആ അഡ്മിഷൻ എടുക്കേണ്ടി വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചു. അത് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ അഡ്മിറ്റ് കാർഡ് ലഭ്യമാകും. ഓക്കെ, ആ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അലോട്ട്മെന്റിൽ ആ സമയത്ത് വരും. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് വരിക. ദ പ്രിന്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട്, നമ്മൾ കൊടുത്ത അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട്, റെസിപ്റ്റ് ചലാൻ ഓഫ് ദ ഫീ റെമിറ്റഡ് ഫോർ ആക്സെപ്റ്റൻസ് ഓഫ് അലോട്ട്മെന്റ് സ്വീകരിക്കുന്നതിനുള്ള റെസിപ്റ്റ് ചലാൻ റെസിപ്റ്റ്. ഓക്കെ, അതെന്ന് പറയാം യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ പേയ്മെന്റിന്റെ റെസിപ്റ്റ്. അത് അതിൽ നിന്ന് ലഭിക്കുന്നത് മാൻഡേറ്ററി ഫീ അടച്ചാൽ ലഭിക്കും. ക്വാളിഫൈങ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ പ്ലസ് ടുവിന്റെ അല്ല ഡിഗ്രിയുടെ ക്വാളിഫൈങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞാൽ. ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനലും കൊടുക്കാവുന്നത്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്. ഓക്കെ, ഇനി കേരളത്തിന് പുറത്തുനിന്നൊക്കെ ചെയ്ത് വരുന്ന കുട്ടികളാണെങ്കിൽ അതിൽ പെർസെൻറ്റേജ് അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പെർസെൻറ്റേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. എനിക്ക് പെർസെൻറ്റേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, TC CC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും SLC ബുക്ക്. നമ്മൾ മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഈക്വലൻസി റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്താൽ ലഭിക്കുന്നതാണ്. ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ പ്രോസസ്സ് പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വേണ്ടത് ഇത് ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ളതാണ്. നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്. SCBC കോട്ടയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്, പക്ഷെ അത്ര നിർബന്ധം ഇല്ല. SLC മതി എന്നും പറയുന്നവരുണ്ട്. കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. SC ST കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. EWS കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ EWS സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി ബോണസ് വെയിറ്റേജ് മാർക്കിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ NSS NCC അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൂടി ഇതിന്റെ കൂടെ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്രയാണ് ഇതിന്റെ ഡോക്യുമെന്റ്. മറ്റു കാര്യങ്ങളും ബാക്കി അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.